ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നിപ്പോൾ നമ്മളെ കൂടെ ജിമ്മിലേക്ക് നമ്മൾ ജിം ബൂസനുണ്ട്. രാവിലത്തെ റൂട്ടീനൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വൻ അലമ്പായിരുന്നു, ആര് പോരണം ജിമ്മിലേക്ക് എന്നുള്ള തിരക്കായിരുന്നു. അങ്ങനെ ഫൈനലി ജിംബു ആണ് കൂടെ വരുന്നത്. അടുത്ത ആഴ്ച അപ്പു, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വെരി എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അപ്പുവിനെ കൂട്ടിയിട്ട് വിൻചേട്ടൻ വേറെ സ്ഥലത്തേക്ക് പോകും എന്നുള്ളതിൻ്റെ സങ്കടമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി കുറച്ച് ഞാൻ മ്യൂസിക് ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരു കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. എൻ്റെ വോയിസ് ഓവർ കൊടുത്തിട്ട് വെറുതെ ചളാക്കണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ. എനിക്ക് ഫുൾ ബോഡി വർക്കൗട്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടത്. ഇന്നലെ ഞാൻ ഇന്ന് രാത്രിയാണ് അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ 11 മണിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ ഫുൾ ബോഡി ആയിരുന്നു. എൻ്റെ അമ്മ നല്ല പണിയായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഓഫ് അല്ലെന്ന് പറഞ്ഞിട്ട് നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ട്രെയിനർ. അങ്ങനെ പോരുന്ന വഴിക്ക് നമ്മൾ പാർലറിൻ്റെ പേര് മറന്നുപോലും, ഐസ്ക്രീം പാർലർ. നമ്മൾ സ്റ്റാൻഡേർഡ് നേരെ ഓപ്പോസിറ്റാണ്, പണ്ടത്തെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഞാനൊരു ബർഗർ വാങ്ങിച്ചു, ജിംബു ഒരു ഫലൂഡ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. ബട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഉപ്പുമാവ് കഴിച്ചുകൊണ്ട് അങ്ങനെ ഉപ്പുമാവ് പഴമാണ് കഴിച്ചത്. അങ്ങനെ പ്രോട്ടീൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ തിരക്കിൻ്റെ വരുന്ന അടിയും ഇടീൻ്റെ ഒക്കെ ഇടയിൽ പഴമൊന്നും എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ നല്ല വിശപ്പുണ്ടായത് കഴിച്ചത്. അപ്പം ഞാനൊരു ബർഗർ വേഗം അങ്ങ് തട്ടിക്കയറ്റി കേട്ടോ. നല്ല മൈനോസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് കഴിഞ്ഞപ്പോൾ ഒരു ഗിൽറ്റി ഫീലൊക്കെ തോന്നി. എന്നാലും സംടൈംസ് അങ്ങനെയൊക്കെ ആവാല്ലേ. ജിംബ് എന്തായാലും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് നല്ല ക്ഷീണം കേട്ടോ. എനിക്ക് നല്ല ക്ഷീണം എന്ന് വെച്ചാൽ നല്ല ക്ഷീണം, ഫുൾ ബോഡിയായിരുന്നു. ഞങ്ങൾ ചേച്ചിമാരൊക്കെ എവിടെ പോയി കണ്ടാ? ചേച്ചിമാരൊക്കെ അച്ഛനെ കൂടെ പോയി. വിനാട്ടൻ തൃപ്രയാറ് കൊറിയർ അയക്കാൻ പോയിരിക്കും കേട്ടോ. അവിടെ കൂടെ അല്ല, വിൻചാറിൻ്റെ കൂടെ അവരെല്ലാവരും പോയി. അപ്പം ഞങ്ങൾ കുറച്ചേരം ഉറങ്ങട്ടെ. ഈ കാണുന്ന സീൻ എന്തെന്നറിയോ, ഇവരൊരു 8:30 ആയപ്പോൾ ഇവരെല്ലാവരും കൂടെ നമ്മളടുത്തൊരു തറവാട് കളുണ്ട്. അപ്പോൾ അങ്ങോട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. ബട്ട് അതിനിടയിൽ ഒരു സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാത്രി ആരുമില്ല, ഞാനും കണ്ണനും ഒറ്റയ്ക്ക്. ഈ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ വല്ലവരും ടെൻഷൻ അടിക്കുമോ? ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ സോങ് ഇങ്ങനെ കേൾക്കുന്നു. എൻ്റെ പൊന്നോ, എൻ്റെ കിളി പോയി കേട്ടോ. ആരും ഇല്ലല്ലോ. എനിക്കിടയ്ക്ക് ഒന്നാമത് തെലുലുവിൻ്റെയൊക്കെ ഫിലിം കണ്ടതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ ഇത്തേനൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഞാനിതിൻ്റെ നോക്കിയപ്പോൾ ഇത് ബാറ്ററിയൊക്കെ ഊരി വെച്ച് ലാസ്റ്റ് ഞാൻ കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയപ്പോഴേക്കും ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കം വന്നില്ല. ഇടയ്ക്കൊരു സൗണ്ട് കേൾക്കുമ്പോൾ അപ്പം നോക്കുമ്പം ഡോറിൻ്റെ അവിടെ ഞാൻ ഹാളിൽ ലൈറ്റിട്ടാണ് കിടന്നു കേട്ടോ. അപ്പോൾ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ആരെങ്കിലും നിഴൽ കാണുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എൻ്റെ അമ്മ നല്ല രസമായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പേടിയാവാമല്ലോ അല്ലേ. അവർ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 2 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് എനിക്ക് ടെൻഷൻ കാരണം ഞാൻ ഷുഗർ ക്രേവിങ്സ് ഒക്കെ എനിക്ക് അടിച്ചു. ഞാനത് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ മാറാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ 2-3 പീസ് കഷ്ണം കേക്കൊക്കെ കഴിച്ച് ഗൈസ്. ഇന്നലെ എൻ്റെ ഷുഗർ കട്ടൊക്കെ പോയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ രാവിലെ 11 മണിക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഈ സീനായിരുന്നു രാത്രി മുഴുവനും കേട്ടോ. എങ്ങനെയുണ്ട്?